രണ്ടാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ലാത്ത ഭർത്താവ്. ഈ ഇബാദത്തില്ലാത്ത പുരുഷനുള്ള വീട്ടിലും എന്തില്ല? അള്ളാഹുവിൻ്റെ ബറക്കത്തില്ല. എത്രയോ ദുആ വസിയത്താൻ, ഉസ്താദേ മക്കൾ നന്നാവാൻ ദ്വാരക്കണം, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ ദ്വാരക്കണം, രോഗങ്ങൾ മാറാൻ ദ്വാരക്കണം, കടങ്ങൾ മാറാൻ ദ്വാരക്കണം, വീട് പണി നടക്കുന്നു വേഗത്തിലാവാൻ ദ്വാരക്കണം, ജോലി ശരിയാവാൻ ദ്വാരക്കണം, ഇങ്ങനെ ദ്വാരക്കണം 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 എന്നിങ്ങനെ പറയും. പക്ഷേ സുബഹി നിസ്കരിക്കൂല, ളുഹർ നിസ്കരിക്കൂല, മഗ്രിബ് നിസ്കരിക്കൂല. എന്താ? കടയിൽ തിരക്കാൻ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയും. നിസ്കാരമില്ലാത്തവർ അവരെത്ര തന്നെ ദ്വാരെന്നാലും അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിസ്കാരം ക്ലിയർ ആക്കണം, ഇബാദത്തുകൾ ക്ലിയർ ആക്കണം. ഖുർആൻ പാരായണമുള്ള, നിസ്കാരമുള്ള, അതുപോലെ സ്വതക്കകൾ കൊടുക്കുന്ന, പാവപ്പെട്ടവരെ സഹായിക്കുന്ന, ദീനി കാര്യങ്ങളിൽ വളരെ ആവേശത്തോടു കൂടി പങ്കെടുക്കുന്ന അങ്ങനെയുള്ള ആളാണോ നമ്മുടെ ഭർത്താവ് എങ്കിൽ ആ ഭർത്താവുള്ള കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും. ഈ ഇബാദത്തില്ലാത്ത ഭർത്താവാണെങ്കിൽ നിസ്കാരമില്ല, ഖുർആനോത്തില്ല, സ്വതക്കയിൽ